എല്ലാവർക്കും നമസ്കാരം. ISRO തിരുവനന്തപുരത്തേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തേക്കാണ് 180 വേക്കൻസി വന്നിരിക്കുന്നത്. കേരളത്തിൽ ISROയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ്. കേരളത്തിൽ 3 ജില്ലയിലാണ് ഇതിന് എക്സാമിനേഷൻ സെന്റർ ഉള്ളത്. തിരുവനന്തപുരത്തേക്കാണ് നിയമനം വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് മാത്രമാണ് 180 വേക്കൻസി വന്നിരിക്കുന്നത്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഇത് ഒഫീഷ്യൽ സൈറ്റ് ആണ്. ഒഫീഷ്യൽ സൈറ്റിൽ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വന്നിരിക്കുന്ന വേക്കൻസി ISRO വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്തേക്കാണ്. 4/6/2025 മുതൽ 18/6/2025 വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ധാരാളം പോസ്റ്റുകളുണ്ട്. 180ലധികം വേക്കൻസി ഉണ്ട്. നമുക്ക് ഓരോ പോസ്റ്റും അതിന്റെ ക്വാളിഫിക്കേഷനും 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് ഇലക്ട്രോണിക്സ് ആണ്. 27 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ് എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചവർക്ക് റിക്രൂട്ട്മെന്റിൽ ഈ പോസ്റ്റിലേക്ക് ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് മെക്കാനിക്കൽ ആണ്. 26 വേക്കൻസി ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 26 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത കമ്പ്യൂട്ടർ സയൻസ് ആണ്. 4 വേക്കൻസി VSSCയിലേക്കും 8 വേക്കൻസി ADRINലേക്കാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് കെമിക്കൽ ആണ്. 6 വേക്കൻസി ആണ്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത് ഓട്ടോമൊബൈൽ ആണ്. 1 വേക്കൻസി ആണുള്ളത്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ്. അടുത്ത സിവിൽ ആണ്. 1 വേക്കൻസി VSSCയിലേക്കും 1 വേക്കൻസി ADRINലേക്കാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് സിവിൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത റെഫ്രിജറേഷൻ ആണ്. 1 വേക്കൻസി ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഫിസിക്സ് ആണ്. ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഇൻ ഫിസിക്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത കെമിസ്ട്രി ആണ്. ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഇൻ കെമിസ്ട്രി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത പോസ്റ്റ് ലൈബ്രറി അസിസ്റ്റന്റ് ആണ്. ഗ്രാജുവേഷനും കൂടാതെ ഫസ്റ്റ് ക്ലാസ് മാസ്റ്റർ ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ തിരുവനന്തപുരത്തേക്ക് തന്നെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ ആണ് രണ്ടാമത്തത്. ഒന്നാമത്തെ പോസ്റ്റ് ഫിറ്റർ ആണ്. 20 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10ാം ക്ലാസ് അതുപോലെ തന്നെ ITI ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ITI അല്ലെങ്കിൽ NIC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് ഇലക്ട്രോണിക്സ് മെക്കാനിക് ആണ്. 11 വേക്കൻസി ഉണ്ട്. സെയിം ക്വാളിഫിക്കേഷൻ ആണ്. SSLCയുടെ കൂടെ ITI അല്ലെങ്കിൽ NIC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് ടർണർ ആണ്. സെയിം ക്വാളിഫിക്കേഷൻ ആണ്. 6 വേക്കൻസി. മെഷീനിസ്റ്റ് 5 വേക്കൻസി. ഇലക്ട്രീഷ്യൻ 5 വേക്കൻസി. ഇലക്ട്രോപ്ലേറ്റർ 3 വേക്കൻസി. വെൽഡർ 2 വേക്കൻസി. MR ആൻഡ് AC 1 വേക്കൻസി. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ മെക്കാനിക് ഡീസൽ 1 വേക്കൻസി. ഫോട്ടോഗ്രാഫി 1 വേക്കൻസി ആണ് പറഞ്ഞിരിക്കുന്നത്. കാർപ്പന്റർ 1 വേക്കൻസി. മെക്കാനിക്കൽ 7 വേക്കൻസി. സോ അടുത്ത നമുക്ക് ഫാർമസിസ്റ്റ് പോസ്റ്റ് ഉണ്ട്. 10ാം ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഫാർമസി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 1 വേക്കൻസിയാണ് തിരുവനന്തപുരത്തേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിതിന്റെ ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. ഇതിലുള്ള എക്സാമിനേഷൻ സെന്റർ പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരത്താണ് എക്സാമിനേഷൻ സെന്റർ പറഞ്ഞിരിക്കുന്നത്. 18 മുതൽ 35 വയസ്സ് വരെ ഏജ് ലിമിറ്റ്. 38 വയസ്സ് OBCക്കും 40 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റ്സിനും ഈ റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാം. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അപ്ലൈ ചെയ്യുക. 18/6/2025 വരെ അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ 16/6/2025 വരെ 16 ജൂൺ വരെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാം. സോ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. താങ്ക് യു.